രാജീവ് ഗാന്ധിയെ തോക്കിന്റെ പാത്തിക്കടിച്ച നാവികൻ ഇപ്പോൾ എവിടെയാണ്? വിജമുനി വിജിത റോഹന ഡിസിൽവ എന്ന പേര് ഓർക്കുന്നുവോ? ഓർക്കാൻ ഒരു വഴിയുമില്ലല്ലേ? എന്നാൽ ഈ ചിത്രം കാണുമ്പോൾ ഓർമ്മകൾ തെളിഞ്ഞു കത്തും. കുപ്രസിദ്ധമായ രാജീവ് ഗാന്ധി വധശ്രമ കേസിലെ സിംഹള നാവികൻ BVR ഡിസിൽവ ഇപ്പോൾ ഒരു ജ്യോത്സ്യനാണ്. 1987 രാജീവ് ഗാന്ധി വധശ്രമത്തിനു ശേഷം സൈനിക കോടതി അയാളെ 6 കൊല്ലത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പ്രസിഡന്റ് പ്രേമദാസ അയാളെ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ജയിൽ മോചിതനാക്കി. അയാൾക്ക് വേണ്ടി കോടതിയിൽ രാജ്യത്തെ പ്രമുഖ അഭിഭാഷകൻ അണിനിരുന്നതും ഇന്ത്യ ശ്രീലങ്ക കരാറായ ശ്രീലങ്കൻ അക്കോർഡിലുള്ള അതൃപ്തിയുമാണ് ആ വധശ്രമത്തിന് പിന്നിലെന്നും സിംഹള മണ്ണിൽ മറ്റൊരു വിദേശ ശക്തിയുടെ സാന്നിധ്യം വേണ്ടെന്നുമുള്ള അദ്ദേഹത്തിന്റെ ദേശീയവാദത്തിനും രാജ്യമെങ്ങും നിന്ന് ലഭിച്ച പിന്തുണ അയാളുടെ ജയിൽ മോചനത്തെ സഹായിച്ചു. ഇന്ത്യ തമിഴ് പുലികളെ സഹായിക്കുക ആണെന്നുള്ള അദ്ദേഹത്തിന്റെ വാദത്തോട് സിംഹള ജനത പൂർണ്ണമായും യോജിച്ചു എന്നത് അദ്ദേഹത്തിനും രാജ്യത്തിന്റെ ഹീറോ പരിവേഷം ചാർത്തി നൽകി. പുറത്തിറങ്ങിയ അയാളോട് അഭിമുഖമെടുക്കാൻ വന്ന പത്രക്കാർ ചോദിച്ചു, രാജീവിനെ കൊല്ലാനായിരുന്നെങ്കിൽ താങ്കൾക്ക് തോക്കിന്റെ ബയണറ്റിന് മുന്നിലുള്ള കത്തി കൊണ്ടയാളെ കുത്തുന്നതായിരുന്നില്ലേ ഏറ്റവും എളുപ്പവും ഉചിതവും? ചിരിച്ചുകൊണ്ടയാൾ മറുപടി പറഞ്ഞു, അയാളുടെ ആയുസ്സിൽ എപ്പോഴും കുറേയേറെ ദിവസങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. 2017 മൈത്രിപാല സിരിസേന എന്ന മുൻ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ മരണം പ്രവചിച്ചയാൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ജനുവരി 26 മൈത്രിപാല സിരിസേന കൊല്ലപ്പെടുമെന്ന പ്രവചനം സത്യമാക്കാൻ അയാൾ ഒരുപക്ഷെ ഒരു വധശ്രമത്തിന് മുതിർന്നേക്കാമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സിൽവ വീണ്ടും അകത്തായി. കൂടുതൽ ഹീറോ പരിവേഷത്തിൽ പുറത്തിറങ്ങിയ അയാൾ പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും തോറ്റു പിൻവാങ്ങേണ്ടി വന്നു. 1987 ജൂലൈ 30 ആ പ്രവൃത്തിയെ ഓർത്ത് താങ്കൾ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറയും, ഇല്ല, ഒരിക്കലുമില്ല. ഇന്ത്യക്കാരെ താങ്കൾ എപ്പോഴും വെറുക്കുന്നുവോ എന്ന ചോദ്യത്തിനും ഒരിക്കലുമില്ല എന്ന അതേ മറുപടി തന്നെ. കാരണം അയാൾ ഇപ്പോൾ കൊളംബോയിൽ ഇന്ത്യൻ സംഗീതം വിറ്റ് ജീവിക്കുന്ന ഒരു റെക്കോർഡ് സെല്ലറാണ്.